Dear colleagues, welcome to the wonderful world of Kahoot. വിനോദത്തിലൂടെ വിജ്ഞാനം എന്നതാണ് കഹൂട്ട് കൊണ്ട് വിഭാവനം ചെയ്യുന്നത്. ഇതൊരു ക്വിസ് കോമ്പറ്റീഷൻ നടത്താനുള്ള ഒരു വെബ്സൈറ്റ് ആണെങ്കിലും അതൊരു ഗെയിമായിട്ട് മാത്രമേ നമുക്ക് തോന്നൂ. എങ്ങനെയെന്നല്ലേ, ഓരോ പ്ലെയറും അല്ലെങ്കിൽ ഓരോ പാർട്ടിസിപ്പൻറ്റും ക്വിസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻ്റെയും ആൻസർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ അയാൾക്ക് ലഭിച്ച സ്കോർ അറിയാൻ സാധിക്കുന്നു. തന്നെയുമല്ല, ആ നമ്പർ ഓഫ് പ്ലെയേഴ്സിൽ എത്രാം സ്ഥാനമാണ് ലഭിച്ചിരിക്കുന്നതെന്ന് അറിയാൻ സാധിക്കുന്നു. സാധാരണ ക്വിസ് കോമ്പറ്റീഷന് ലഭിക്കുന്നത് പോലെ 1, 2, 5, 10 ഇങ്ങനെയുള്ള മാർക്കല്ല അവിടെ ലഭിക്കുന്നത്. 1000, 2000 ഇങ്ങനെയുള്ള പോയിന്റുകളാണ് അവിടെ ലഭിക്കുന്നത്. അത്രയും വലിയ പോയിന്റ് അവിടെ നൽകാൻ ഒരു പ്രത്യേകതയുണ്ട്. ഒരാൾ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക എന്നത് മാത്രമല്ല, അത് എത്ര വേഗം ചെയ്യുന്നോ അത്രയും കൂടുതൽ പോയിന്റ് നേടാൻ കഴിയും. അതുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ 1000 പോയിന്റാണ് കൊടുക്കുന്നതെങ്കിൽ 1000 കിട്ടണമെങ്കിൽ ആ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അപ്പോൾ തന്നെ ആൻസർ ചെയ്യണം. സമയം ഡിലേ ചെയ്യുന്നതിനനുസരിച്ച് പോയിന്റ് കുറഞ്ഞു വരും. അപ്പോൾ 50 100 പ്ലെയേഴ്സ് ഒന്നിച്ച് ഈ ക്വിസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോഴും അതിന് ആൻസർ ചെയ്യാൻ എടുക്കുന്ന സമയവും ശരിയാണോ തെറ്റാണോ ഈ ഉത്തരം എന്നതും അനുസരിച്ച് സ്കോർ കൂടിയും കുറഞ്ഞും റാങ്ക് കൂടിയും മാറിയും ഒക്കെ വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ രസകരമായ ഒരു ക്വിസ് കോമ്പറ്റീഷൻ നടത്തുന്നതിന് കഹൂട്ട് ഉപയോഗിക്കാം. കഹൂട്ട് ഉപയോഗിച്ച് ക്വിസ് കോമ്പറ്റീഷൻ ക്രിയേറ്റ് ചെയ്യുക, അതിനുശേഷം ക്വിസ് കോമ്പറ്റീഷൻ നടത്തുക, ഇങ്ങനെ 2 പ്രോസസ്സാണുള്ളത്. ഈ ഓരോ പ്രോസസ്സിൽ കൂടെയും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നമുക്ക് കടന്നു പോകാം. ആദ്യം, ഹൗ ടു ക്രിയേറ്റ് എ ക്വിസ് കോമ്പറ്റീഷൻ യൂസിങ് കഹൂട്ട്. കഹൂട്ട് ഒരു വെബ്സൈറ്റാണ്. അത് ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുന്നത് പോലെ ഡൗൺലോഡ് ചെയ്ത് സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. Just type kahoot.com in the browser. You can go through this site. ആ സൈറ്റിൻ്റെ ഹോം പേജാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഓരോ കാര്യത്തിലും ഈ സ്ക്രീനിൽ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങൾ റൗണ്ടിൽ റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ദ വെബ്സൈറ്റ് ഈസ് kahoot.com. രണ്ടാമതായിട്ട്, നമ്മൾ ഈ ക്വിസ് കോമ്പറ്റീഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് ഈ സൈറ്റിലേക്ക് പേര് രജിസ്റ്റർ ചെയ്യണം. അതിന് സൈൻ അപ്പ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. സൈൻ അപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത സ്ക്രീനിലേക്ക് പോകും. അവിടെ നമ്മളെക്കുറിച്ചുള്ള ചില ഇൻഫർമേഷൻസ് ആണ് ആരായുന്നത്. ഇപ്പോൾ സെലക്ട് ടീച്ചർ. ടീച്ചർ എന്നത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ we will move to the next screen. Here we have to select the area in which we are working. Higher education എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കഹൂട്ടിന് അവർക്ക് ആവശ്യമുള്ള ചില ഇൻഫർമേഷൻസ് അവർ ആദ്യത്തെ 2-3 സ്ക്രീനിൽ കൂടി കളക്ട് ചെയ്തു. ഇനി ഈ സൈറ്റിലേക്ക് സൈൻ അപ്പ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നിങ്ങളുടെ ഇമെയിലോ പാസ്വേഡൊക്കെ ഉപയോഗിച്ചിട്ട് സൈൻ അപ്പ് ചെയ്യാം. ഗൂഗിൾ അക്കൗണ്ട് ഉള്ളവർക്ക് സൈൻ അപ്പ് വിത്ത് ഗൂഗിൾ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ഗൂഗിൾ സൈൻ അപ്പിലൂടെ കഹൂട്ട് സൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളെ കാത്തിരിക്കുന്നത് പ്ലെൻറ്റി ഓഫ് ഓപ്ഷൻസ് ആണ്. ഡോളറുകൾ വാരി വിതറി നിങ്ങൾക്ക് ഈ അക്കൗണ്ട് സ്വന്തമാക്കാവുന്നതാണ്. അതല്ലെങ്കിൽ താങ്ക്സ് മേ ബി ലേറ്റർ എന്നൊരു പ്രതീക്ഷ അവർക്ക് നൽകിക്കൊണ്ട് അടുത്ത സ്ക്രീനിലേക്ക് പോകാവുന്നതാണ്. കഹൂട്ടിലേക്കുള്ള സൈൻ അപ്പ് പ്രോസസ്സിന് ശേഷം നാം എത്തി നിൽക്കുന്നത് ഒരു പുതിയ സ്ക്രീനാണ്. ഈ സ്ക്രീനിലാണ് ക്വിസ് കോമ്പറ്റീഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. യു ക്യാൻ സീ എ ക്രിയേറ്റ് ബട്ടൺ ഓൺ ദിസ് സ്ക്രീൻ. ക്ലിക്ക് ഓൺ ഇറ്റ് ടു ബിഗിൻ ദ ക്രിയേഷൻ ഓഫ് ക്വിസ് കോമ്പറ്റീഷൻ. ഇപ്പോൾ എത്തി നിൽക്കുന്നത് ക്രിയേറ്റ് എ ന്യൂ കഹൂട്ട് എന്ന വിൻഡോയിലാണ്.
അവിടുത്തെ ആദ്യത്തെ ഓപ്ഷനാണ് ന്യൂ കഹൂട്ട് ആൻഡ് ക്ലിക്ക് ഓൺ ക്രിയേറ്റ് ബട്ടൺ ഇൻ ദിസ് ഓപ്ഷൻ. ഇപ്പോൾ എത്തി നിൽക്കുന്ന സ്ക്രീൻ മുതൽ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ഏറ്റവും മുകളിൽ കാണുന്ന ലെങ്തി ബോക്സിൽ ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യാം. അതിനുശേഷം ആ ക്വസ്റ്റ്യനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനാവശ്യമുള്ള ചില കാര്യങ്ങൾ നമുക്ക് ചേർക്കണമെങ്കിൽ അതിനാണ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഇമേജ് ഫ്രം യുവർ കമ്പ്യൂട്ടർ എന്നതിൻ്റെ തൊട്ട് താഴെയുള്ള ബോക്സ് കാണുന്നത്. അവിടെ ആ ഇമേജ് കൊടുക്കുന്നതിനോ അതിന് വേണ്ടിയിട്ട് 2-3 കാര്യങ്ങൾ അവിടെ കാണാം. ഇമേജ് ഗാലറി, അപ്ലോഡ് ഇമേജ്, യൂട്യൂബ് ലിങ്ക്, ഇങ്ങനെയൊക്കെ കാണാം. അതുവഴി കുറച്ച് കണ്ടന്റ് നമുക്ക് ഈ ക്വസ്റ്റ്യനോട് കണക്ട് ചെയ്ത് ചേർക്കാവുന്നതാണ്. ഇപ്പം നല്ല ഒരു സിനിമയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ ആ സിനിമയുടെ ക്ലിപ്പിംഗ് അവിടെ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ മനോഹരമായൊരു പാട്ട്, അതിനെ ബേസ് ചെയ്തിട്ട് ശ്രവണ മധുരമായ പാട്ടിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ അതങ്ങനെയും ഫ്രെയിം ചെയ്യാം. അതുമല്ലെങ്കിൽ മുള്ളുകൾക്കിടയിൽ നിൽക്കുന്ന മനോഹരമായൊരു റോസപുഷ്പത്തെക്കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ അതും ഫ്രെയിം ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനുള്ള ഇമേജോ ഓഡിയോ വീഡിയോ ഫയൽസ് എല്ലാം ഇതിൻ്റെ അകത്തേക്ക് അറ്റാച്ച് ചെയ്യാനാണ് ആ ബോക്സ് ഉപയോഗിക്കുന്നത്. ഇനി മറ്റൊന്നാണ് ടൈം ലിമിറ്റ്. ഇവിടെ 20 സെക്കൻഡാണ് ഡിഫാൾട്ടായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ ടൈം ലിമിറ്റ് വേണമെങ്കിൽ വ്യത്യാസപ്പെടുത്താം. ഓരോ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ വേണ്ട ആവശ്യമായ സമയം വ്യത്യാസപ്പെടുത്താം. നേരത്തെ പറഞ്ഞ പോലെ ക്വസ്റ്റ്യന് പോയിന്റ്സ് അസൈൻ ചെയ്യാം. 1000 എന്നോ അല്ലെങ്കിൽ ആ 1000 എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് റൈറ്റിലേക്ക് വെച്ചാൽ 2000 എന്നോ ഒക്കെ കൊടുക്കാം. അങ്ങനെ കൊടുക്കുമ്പോൾ അതിനർത്ഥം ചില ക്വസ്റ്റ്യൻസ് വി ആർ ഗിവിങ് മോർ ഇമ്പോർട്ടൻസ് ടു സർട്ടൺ ക്വസ്റ്റ്യൻസ്, ചില വെയിറ്റേജ് കൊടുക്കുക, കൂടുതൽ മാർക്ക് കൊടുക്കുന്നുണ്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ സിംഗിൾ സെലക്ട്, ചിലപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും, അതിൽ ഒരെണ്ണം മാത്രം സെലക്ട് ചെയ്യാവുന്ന ടൈപ്പ് ആയിരിക്കും. ചിലത് മൾട്ടിപ്പിൾ ആൻസേഴ്സ് കാണും. മൾട്ടിപ്പിൾ ആൻസേഴ്സിൽ ഒന്നിലധികം റൈറ്റ് ആൻസേഴ്സ് കാണും. അങ്ങനെ വേണമെങ്കിൽ മൾട്ടി സെലക്ട് എന്നുള്ള ഓപ്ഷൻ അവിടെ സെലക്ട് ചെയ്യേണ്ടി വരും. ഇനി ക്വസ്റ്റ്യൻ ഓരോ ക്വസ്റ്റ്യനായിട്ട് വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം. അതല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാം. അതുമല്ലെങ്കിൽ സ്പ്രെഡ്ഷീറ്റിൽ എവിടെയെങ്കിലും ക്വസ്റ്റ്യൻസ് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇമ്പോർട്ട് ചെയ്യാം. ഇതിനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നാം ഇവിടെ ടൈപ്പ് ചെയ്യാണ്. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ലോക്സഭ കോൺസ്റ്റിറ്റ്യുവൻസി ഇൻ ഇന്ത്യ? ആ ലെങ്തി ബോക്സിൽ അത് ടൈപ്പ് ചെയ്തു. ഈ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു കാര്യങ്ങൾ അതിന് താഴെയുള്ള ബോക്സുകളിലും സ്പേസിലുമായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം. ഒന്ന് ടൈം, അത് ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ ഒരു പൂത്തിരി കത്തിച്ച പോലെ കുറേ ടൈം അവിടെ ഡിസ്പ്ലേ ചെയ്തു. ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ എത്ര സമയം വേണമെന്നുള്ളത് നമുക്ക് അവിടെ സെലക്ട് ചെയ്യാം. മറ്റൊന്ന് ഒരു പിക്ചർ അവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ക്വിസ് കോമ്പറ്റീഷൻ കഴിയുമ്പോൾ കിട്ടാവുന്ന ഒരു സമ്മാനം സിംബോളിക്കായിട്ട് അവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുകയാണ്. ആ പിക്ചറിൻ്റെ സൈസ് ഇമേജ് റിവീൽ എന്നുള്ളതിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്ന 4 സൈസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ആവശ്യമുള്ള സൈസ് സെലക്ട് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ആയിട്ട് വരാൻ സാധ്യതയുള്ളതാണ് ലഡാക്ക്, കാർഗിൽ, താർ, ജമ്മു. ഇവിടെ ശരിയായ ക്വസ്റ്റ്യന് നേരെ ടിക്ക് ഇടുകയും വേണം. അതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അത് ശരിയാണെന്നുള്ളത് അവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ക്വിസ് കോമ്പറ്റീഷൻ നടത്തുമ്പോൾ ആ മാർക്ക് അവിടെ വരില്ല. അത് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇനി മറ്റൊന്ന്, ഈ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്ത് കഴിയുമ്പോൾ അത് എങ്ങനെയാണ് പ്ലെയേഴ്സ് എങ്ങനെയാണ് അത് കാണുന്നത് അതറിയാൻ വേണ്ടി പ്രിവ്യൂ എന്ന ബട്ടൺ പ്രസ് ചെയ്യാം. പ്രിവ്യൂ ഓപ്ഷൻ സെലക്ട് ചെയ്തപ്പോൾ ക്വസ്റ്റ്യനും അതിൻ്റെ 4 ചോയ്സും ആ ആൻസറുകളിൽ അതിൽ 4 ചോയ്സിൽ ശരിയുത്തരം വരികയാണെങ്കിൽ ലഭിക്കാവുന്ന കേക്കും അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കാണാം. അടുത്ത ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യാനായി ആഡ് ക്വസ്റ്റ്യൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു 7 ചോയ്സ് ആണ് കിട്ടുന്നത്. ഈ ക്വസ്റ്റ്യൻ്റെ 7 ടൈപ്സ് ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ബൈ ഡിഫാൾട്ട് ദ ക്വസ്റ്റ്യൻ ടൈപ്പ് ഈസ് ക്വിസ്, അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എന്നുള്ളതാണ് ക്വിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ട്രൂ ഓർ ഫാൾസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ, പസിൽ, പോൾ, വേർഡ് ക്ലൗഡ്, സ്ലൈഡ്, ഇതാണ് മറ്റ് ടൈപ്പ്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു ട്രൂ ഓർ ഫാൾസ് ടൈപ്പ് സെലക്ട് ചെയ്യാം.
രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. കെ കരുണാകരൻ ഈസ് ദ ലോങ്സ്റ്റ് സർവിംഗ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. ഇതിൻ്റെ ആൻസർ ട്രൂ ഓർ ഫാൾസ് ഏതാണെന്ന് നോക്കാം. അപ്പോൾ ശരിയായ ആൻസർ ഫാൾസിന് നേരെ ടിക്കറ്റിരിക്കുകയാണ്. മറ്റ് ഓപ്ഷൻസ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് പോയിന്റ്സ് ആണ്. പോയിന്റ്സ് എന്ന് പറയുമ്പോൾ ഈ ക്വസ്റ്റ്യന് ഒരു കൂടുതൽ വെയിറ്റേജ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് 2000 പോയിന്റ് ആക്കി അതിനെ മാറ്റിയിരിക്കുകയാണ്. ടൈം അതിൻ്റെ ഡിഫാൾട്ട് തന്നെ എടുത്തു. മറ്റു ഓപ്ഷനൊന്നും ഇവിടെ ചേഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ഏതൊക്കെ ഓപ്ഷൻ വേണമെന്നുള്ളത് ക്വിസ് കോമ്പറ്റീഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ആൾ തന്നെ തീരുമാനിക്കുക. ഇവിടെ ഇനി അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കടക്കാൻ നമ്മൾ ഒരു 3 ഓപ്ഷൻ കൂടി ഇവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്നാമത് എൻ്റർ കഹൂട്ട് ടൈറ്റിൽ. ഇപ്പോൾ തൽക്കാലം 2 ക്വസ്റ്റ്യൻ വെച്ച് ഈ ക്വിസ് കോമ്പറ്റീഷൻ ക്രിയേറ്റ് ചെയ്ത് അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് വേണമെങ്കിൽ അതിൻ്റെ ക്വിസ് കഹൂട്ട് ക്വസ്റ്റ്യൻ അതിൻ്റെ ടൈറ്റിൽ കൊടുക്കാവുന്നതാണ്. മറ്റൊന്ന് ഡൺ, അതായത് ഇതോടുകൂടി ആ ക്വിസ് കോമ്പറ്റീഷൻ 2 ക്വസ്റ്റ്യനേ ഉള്ളൂ, അവസാനിപ്പിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണത്. മറ്റൊന്ന് ഇപ്പോൾ നേരത്തെ കണ്ട പോലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്തപ്പോൾ ഒരു പ്രിവ്യൂ കണ്ടു എന്ന് പറഞ്ഞ പോലെ ഈ ട്രൂ ഫാൾസ് ടൈപ്പ് ക്വസ്റ്റ്യൻ എങ്ങനെ ഇരിക്കും എന്ന് കാണണമെങ്കിൽ അതിന് പ്രിവ്യൂ ക്ലിക്ക് ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ പ്രിവ്യൂ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ്. ഇൻസ്റ്റെഡ് ഓഫ് 4 ഓപ്ഷൻസ് വി ഹാവ് ഓൺലി 2 ചോയ്സ്, ഐദർ ട്രൂ ഓർ ഫാൾസ്. ഇനി കഹൂട്ട് ടൈറ്റിൽ കൊടുക്കാനുള്ള ടെക്സ്റ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ യു വിൽ ഗെറ്റ് എ ന്യൂ വിൻഡോ വിത്ത് നെയിം കഹൂട്ട് സമ്മറി. ഈ കഹൂട്ട് സമ്മറിയിൽ ടൈപ്പ് ചെയ്യാനുള്ളത് ആ ടൈറ്റിൽ കൊടുക്കുക. ഈ ക്വിസ് കോമ്പറ്റീഷന് ഒരു ടൈറ്റിൽ കൊടുക്കുക. അതിനുശേഷം ഡൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ now the Kahoot is ready to be played എന്ന വിൻഡോ ഡിസ്പ്ലേ ചെയ്യും. Here we have 3 options. Test this Kahoot. 3 steps എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. Play now. Share it with others. അപ്പോൾ അത് ഓരോ ഓപ്ഷൻസിൽ കൂടി കടന്നു പോകാം. ഫസ്റ്റ് വൺ ഈസ് ടെസ്റ്റ് ദിസ് Kahoot. ഇവിടെ നാം ഈ കഹൂട്ട് ടെസ്റ്റ് ചെയ്യാണ്. മറ്റുള്ള പ്ലെയേഴ്സിലേക്ക് അല്ലെങ്കിൽ ക്വിസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നവരിലേക്ക് ഇത് കൈമാറുന്നതിന് മുമ്പ് നമ്മുടെ തന്നെ കമ്പ്യൂട്ടറിൽ അത് ടെസ്റ്റ് ചെയ്യുന്ന സംവിധാനമാണിത്. ഈ ടെസ്റ്റ് ചെയ്ത് നാം വിചാരിക്കുന്ന രീതിയിൽ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് ക്വിസ് കോമ്പറ്റീഷനായിട്ട് സബ്മിറ്റ് ചെയ്യുന്നുള്ളൂ. ഇവിടെ ഒരു മൊബൈൽ ഡിവൈസ് ലെഫ്റ്റ് സൈഡിലും അതിൻ്റെ റൈറ്റ് സൈഡിലൊരു ബോക്സിൽ കുറച്ച് ചോയ്സും കാണിച്ചിരിക്കാം. ഒന്നാമത്തെ ചോയ്സ് ക്ലാസിക് എന്ന് പറഞ്ഞാൽ കൂടുതൽ പേർക്ക് അത് കോമ്പറ്റ് ചെയ്യാം. ടീം മോഡ്, 2 ടീം അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റ് ചെയ്യുന്ന മോഡും ഇവിടെ അവൈലബിൾ ആണ്. അത് കഴിഞ്ഞതിൻ്റെ താഴെ കുറച്ച് ചോയ്സ് കൊടുത്തിട്ടുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതായത് ഈ ക്വിസ് കോമ്പറ്റീഷൻ നടത്തുമ്പോൾ ചിലപ്പോൾ അടുത്തടുത്ത് കുറേ കുട്ടികൾ ഇരുന്നിട്ട് ആ മത്സരത്തിൽ പങ്കെടുക്കും. കുറേ ആൾക്കാർ ഒന്നിച്ച് പങ്കെടുക്കും. അപ്പോൾ വേണമെങ്കിൽ ഒരാൾക്ക് മറ്റുള്ളവരുടെ നിന്ന് കോപ്പി അടിക്കാം, നോക്കി അത് എൻ്റർ ചെയ്യാൻ സാധിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടി ഈ ക്വസ്റ്റ്യൻസ് 10-20 എണ്ണം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓർഡർ മാറ്റുക, ഷഫിൾ ചെയ്യുക. അങ്ങനെ ഒരു ചോയ്സ് ഉണ്ട്. അത് കൂടാതെ ഇപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ 4 ചോയ്സ് ഓർഡറിൽ ടൈപ്പ് ചെയ്തു. എല്ലാവർക്കും അതേ ഓർഡർ ആയിരിക്കില്ല. ആൻസറും ഷഫിൾ ചെയ്യാം. ഇങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് ഈ സ്ക്രീനിൽ കാണാം. അത് വേണമെങ്കിൽ അങ്ങനെ അത് സെലക്ട് ചെയ്ത് ഇപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാം. ക്ലാസിക് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ the system will generate a pin 776893 എന്ന റൈറ്റ് സൈഡിലെ ബോക്സിൽ ആ പിൻ കാണാം. ഈ പിൻ നമ്പർ എവിടെയാണോ ഈ ക്വിസ് കോമ്പറ്റീഷൻ അറ്റംപ്റ്റ് ചെയ്യുന്നത് അവിടെ പേസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവിടെ അതേ പിൻ ഉപയോഗിക്കണം. ശരിക്കും ക്വിസ് കോമ്പറ്റീഷൻ നടത്തുമ്പോഴും ഇതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ലിങ്കോ അല്ലെങ്കിൽ പിന്നോ ഉപയോഗിച്ചിട്ടാണ് ഈ കഹൂട്ടുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഇവിടെ അത് രണ്ടും ഒന്നിച്ച് ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. So a pin is generated on the right side box and you have to copy this pin into a mobile device displayed on the left side. Immediately after entering pin in the mobile device, you have to enter name. After entering the name, you are ready to play the game
are ready to participate in the quiz competition. ഇവിടെ GN എന്നുള്ള പേരാണ് എൻ്റർ ചെയ്തിരിക്കുന്നത്. ഇനി ക്വിസ് കോമ്പറ്റീഷനിലേക്ക് പങ്കെടുക്കാവുന്നതാണ്. ആരംഭിക്കുകയായി. ഇവിടെ ക്വിസ് കോമ്പറ്റീഷൻ്റെ ആദ്യ ക്വസ്റ്റ്യൻ ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ്. ഇത് ആൻസർ ചെയ്യണം മൊബൈൽ ഡിവൈസ് ഉപയോഗിച്ചിട്ട്. കഹൂട്ട് ഉപയോഗിച്ച് 2 തരത്തിൽ ഈ ക്വിസ് കോമ്പറ്റീഷൻ നടത്താവുന്നതാണ്. ഒന്നാമത് നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ക്ലാസ് റൂമിൽ തന്നെ പരീക്ഷിക്കാവുന്നതാണ്. ക്ലാസ് റൂമിൽ പരീക്ഷിക്കുമ്പോൾ അവിടെ ഒരു ലാപ്ടോപ്പും LCD പ്രൊജക്ടറും ഉപയോഗിച്ച് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാം. ക്വസ്റ്റ്യനും അതിൻ്റെ ഓപ്ഷൻസും റൈറ്റ് സൈഡിലെ ബോക്സിൽ കാണിച്ചിരിക്കുന്ന പോലെ. ഏതെങ്കിലും കാലത്ത് കോളേജിൽ മൊബൈൽ ഫോണുകൾ അനുവദിക്കുകയാണെങ്കിൽ ആ സമയത്ത് ഈ തരത്തിൽ ക്വിസ് കോമ്പറ്റീഷൻ നടത്താം. കാരണം സ്റ്റുഡൻസിൻ്റെ കയ്യിൽ ക്വിസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനുള്ള ഡിവൈസ് വേണം. മിക്കവാറും അതൊരു മൊബൈൽ ഫോണായിരിക്കും. അപ്പോൾ ആ മൊബൈൽ ഫോണിൽ ആ 4 ചോയ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്റ്റീവായിട്ടുള്ള ചോയ്സോ കാണില്ല. അതിൻ്റെ ആ സിമ്പിൾസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ സ്ക്രീനിൽ നോക്കുക, അതായത് LCD ഡിസ്പ്ലേയുടെ സ്ക്രീനിൽ നോക്കുക. ചോയ്സും അതിൻ്റെ ഡിസ്ക്രിപ്റ്റീവായിട്ടുള്ള ആൻസർ അവിടെ ഉണ്ടാവും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിമ്പിൾ മാത്രമേ മൊബൈൽ ഡിവൈസിൽ ഉണ്ടാവുള്ളൂ. ആ സിമ്പിളിൽ പ്രസ് ചെയ്യുമ്പോൾ ആ ആൻസർ റെക്കോർഡഡ് ആവും. ഇങ്ങനെയാണ് ക്ലാസ് റൂം അല്ലെങ്കിൽ ടീച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ക്വിസ് കോമ്പറ്റീഷൻ നടത്തുക. രണ്ടാമത്തത്, അത് സോഷ്യൽ മീഡിയ വഴിയോ ഒക്കെ നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യാവുന്ന ഒരു ക്വിസ് കോമ്പറ്റീഷനാണ്. അതിന് ചെയ്യുന്ന രീതിയെക്കുറിച്ച് പിന്നീട് വിശദമായി ചർച്ച ചെയ്യാം. ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് അവിടെ വരുന്നത് കാണാം. ആൻസർ കറക്റ്റാണ്. സ്കോർ 693 ആണ് കിട്ടിയിരിക്കുന്നത്. ഇതിന് അലോട്ട് ചെയ്തിരിക്കുന്ന മാക്സിമം പോയിന്റ് 1000 ആണ്. ഈ സ്കോർ കുറയാനുള്ള കാരണം കൂടുതൽ സമയമെടുത്തു ഇതിന് ആൻസർ കൊടുക്കാൻ വേണ്ടി. അപ്പോൾ try to answer the question as fast as possible to get the maximum score. അപ്പോൾ ഇവിടെ ഒരാൾ മാത്രമേ പങ്കെടുത്തുള്ളൂ, അല്ലെങ്കിൽ അത് മാത്രമാണ് എൻ്റർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരാളുടെ സ്കോർ മാത്രമാണ് വരിക. അതിനിപ്പോൾ ഒരു 5-10 പേര് ഇങ്ങനെ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാം സ്കോർ ഇങ്ങനെ വരും. അതിൽ എത്രാമത്തെ പൊസിഷനാണെന്നും കാണിക്കും. അങ്ങനെ ഈ ക്വിസ് കോമ്പറ്റീഷൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറും. ക്വിസ് കോമ്പറ്റീഷൻ കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. വിജയിയെ സർവജ്ഞപീഠത്തിലേക്ക് ആനയിച്ചിരിക്കുകയാണ്. വിജയിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ക്വിസ് കോമ്പറ്റീഷനുമായി ബന്ധപ്പെട്ട മറ്റു ചില റിപ്പോർട്ടുകളും നമുക്ക് കഹൂട്ട് തരുന്നുണ്ട്. അവിടെ 4 ഓപ്ഷൻസാണ് ഉള്ളത്. വ്യൂ റിപ്പോർട്ട്, സേവ് റിസൾട്ട്സ്, പ്ലേ ഗെയിം, ന്യൂ ഗെയിം. ന്യൂ ഗെയിം എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് ഇതുപോലെ ഒരു ക്വിസ് കോമ്പറ്റീഷൻ ക്രിയേറ്റ് ചെയ്യാം. പ്ലേ ഗെയിം എന്ന് പറഞ്ഞാൽ ഇതേ ക്വിസ് കോമ്പറ്റീഷൻ വീണ്ടും പ്ലേ ചെയ്യാം. നമ്മളൊരു ഡെഡ് ലൈൻ കൊടുക്കും, അതുവരെ ഈ ഗെയിം ആവർത്തിക്കാൻ വേണമെങ്കിൽ. സേവ് റിസൾട്ട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കിട്ടിയ റിസൾട്ട് ഡൗൺലോഡ് ചെയ്ത് സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. മറ്റൊന്നാണ് വ്യൂ റിപ്പോർട്ട്. വി വിൽ ഗെറ്റ് എ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് റിഗാർഡിംഗ് ദ ക്വിസ് കോമ്പറ്റീഷൻ കണ്ടക്ടഡ് ബൈ us. വ്യൂ റിപ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഡീഷണൽ ഇൻഫർമേഷൻസ് ഈ ക്വിസ് കോമ്പറ്റീഷനെ സംബന്ധിച്ച് നമുക്ക് ലഭിക്കും. അത്തരത്തിലുള്ള ചില ഓപ്ഷൻസാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. സമ്മറി. ഈ ക്വിസ് കോമ്പറ്റീഷനെ സംബന്ധിച്ചുള്ള ഒരു സമ്മറിയാണ് ഈ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. 100% കറക്റ്റ്. ആകെ ഒരു പ്ലെയറെ ഇവിടെ പങ്കെടുത്തുള്ളൂ, അയാൾ എല്ലാം ശരിയാക്കി എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. In number of players, only 1 player, and number of questions, only 2 questions in this quiz competition, and time taken 1 minute. ഇങ്ങനെയുള്ള സമ്മറി റിപ്പോർട്ടാണ് ഈ സ്ക്രീനിലുള്ളത്. ഇനി എന്തെങ്കിലും ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നോ? അതിവിടെ നമുക്കത് അനലൈസ് ചെയ്യാൻ ഇപ്പോൾ തൽക്കാലം പറ്റില്ല. കാരണം ഒരാൾ പങ്കെടുത്തു, 2 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു. അപ്പോൾ അതിന് പകരം 10-20 പേര് പങ്കെടുത്തു. ഓരോ ക്വിസ് കോമ്പറ്റീഷനിലും 20-30 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ആ അനാലിസിസ് കുറച്ചുകൂടി മീനിങ് ആവും. ഇനി ഡിഡ് നോട്ട് ഫിനിഷ്. ചിലപ്പോൾ ഡിഫിക്കൽട്ടി ലെവൽ കൂടുമ്പോൾ ചില ആൾക്കാർ ഇട്ടിട്ട് പോകും, അത് കംപ്ലീറ്റ് ആക്കില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളും ഇവിടെ വരും. നേരത്തെ കണ്ട ആ വിക്ടറി സ്റ്റാൻഡ് ഒന്നുകൂടി ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ വ്യൂ പോഡിയം ക്ലിക്ക് ചെയ്യാം.
ഈ ക്വിസ് കോമ്പറ്റീഷൻ ആവർത്തിക്കണമെങ്കിൽ പ്ലേ അഗെയിൻ ക്ലിക്ക് ചെയ്യാം. റിപ്പോർട്ടിലെ അടുത്ത ഓപ്ഷനാണ് പ്ലെയേഴ്സ്. ഇവിടെ ഓരോ പ്ലെയറും അയാൾക്ക് കിട്ടിയ സ്കോറിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുക. അയാൾക്ക് എത്രാമത്തെ റാങ്ക് കിട്ടി, കറക്റ്റ് ആൻസേഴ്സ് എത്ര ശതമാനമായിരുന്നു, ഇനി ആൻസർ ചെയ്യാതെ എത്ര ശതമാനമുണ്ട്, പിന്നെ ടോട്ടൽ പോയിന്റ് കിട്ടിയത്. ഈ കാര്യങ്ങളാണ് പ്ലെയേഴ്സ് എന്നുള്ള സെക്ഷനിൽ ഡിസ്പ്ലേ ചെയ്യുന്നത്. വ്യൂ റിപ്പോർട്ടിലെ മൂന്നാമത്തെ ഓപ്ഷനാണ് ക്വസ്റ്റ്യൻസ്. ഇവിടെ ഓരോ ക്വസ്റ്റ്യനും അതിൻ്റെ ഓപ്ഷൻസും അനലൈസ് ചെയ്യാണ്. ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ, അതിന് ആദ്യത്തെ ഓപ്ഷൻ എത്ര പേര് ആൻസർ ചെയ്തു, രണ്ടാമത്തെ എത്ര പേര് ആൻസർ ചെയ്തു, ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യനും അതിൻ്റെ ഓപ്ഷൻസും എത്ര പേര് വീതം ആൻസർ ചെയ്തു എന്നുള്ളൊരു റിപ്പോർട്ടാണ് ഇവിടെ ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഇവിടെ ഒരു കൊടുത്തിട്ടില്ല, അതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് റിപ്പോർട്ടൊന്നും ജനറേറ്റ് ചെയ്തിട്ടുണ്ടാകില്ല. ഇത്തരത്തിലുള്ളൊരു സ്ക്രീൻ മുമ്പ് കണ്ടിട്ടുണ്ടാവും. ദ കഹൂട്ട് ഈസ് റെഡി ടു ബി പ്ലേഡ്. അതിൽ ടെസ്റ്റ് ദിസ് കഹൂട്ട് ആണ് ചർച്ച ചെയ്തത്. ഇനി മൂന്നാമത്തെ ഓപ്ഷനിലേക്ക് പോകാം, ഷെയർ ഇറ്റ് വിത്ത് അതേഴ്സ്. ആൻഡ് ദിസ് വിൽ എനേബിൾ യു ടു ഷെയർ ദ ലിങ്ക് ഓഫ് കഹൂട്ട് ക്വിസ് കോമ്പറ്റീഷൻ ഇൻ സോഷ്യൽ മീഡിയ. കഹൂട്ട് ക്വിസ് കോമ്പറ്റീഷൻ മറ്റുള്ളവരിലേക്ക് എങ്ങനെ എത്തിക്കാം? ഷെയർ കഹൂട്ട് എന്ന വിൻഡോ നോക്കുക. അതിൽ ഒന്നുകിൽ ഈ കോപ്പി ക്ലിക്ക് ചെയ്ത് ലിങ്ക് കോപ്പി ചെയ്ത് മറ്റുള്ളവരിലേക്ക് അത് പാസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ ഗൂഗിൾ ക്ലാസ് റൂമിലോ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ അതിലേക്ക് ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അതാത് പ്ലാറ്റ്ഫോമിൽ ഈ ക്വിസ് കോമ്പറ്റീഷൻസ് നടത്താവുന്നതാണ്. ഈ വിൻഡോയിലെ, അതായത് കഹൂട്ട് ഈസ് റെഡി ടു ബി പ്ലേഡ്, ഈ വിൻഡോയിലെ രണ്ടാമത്തെ ഓപ്ഷൻ പ്ലേ നൗ. ഇതുപയോഗിച്ചിട്ടാണ് സൈബർ വേൾഡിലും റിയൽ വേൾഡിലും ക്വിസ് കോമ്പറ്റീഷൻസ് നടത്തുന്നത്. ക്ലിക്ക് ഓൺ ഇറ്റ്. കഹൂട്ട് ക്വിസ് കോമ്പറ്റീഷൻ രണ്ട് തരത്തിൽ നടത്താമെന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ഒന്ന്, ടീച്ച്. വൈൽ യു ടീച്ച് ഇൻ ദ ക്ലാസ് റൂം യു ക്യാൻ കണ്ടക്ട് ദിസ് ക്വിസ് കോമ്പറ്റീഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡിവൈസ്. ഒരു സ്ക്രീനിൽ ക്വിസ് കോമ്പറ്റീഷൻ്റെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ഓപ്ഷൻസും ഡിസ്പ്ലേ ചെയ്യുക. കുട്ടികൾ ഒരു ഡിവൈസ് ഉപയോഗിച്ച്, ഫോർ എക്സാമ്പിൾ മൊബൈൽ ഉപയോഗിച്ച് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക. ഈ രീതിയാണ്. അതൊരു റിമോട്ട് പോലെ വർക്ക് ചെയ്യല്ല, അവരവരുടെ ഡിവൈസിൽ തന്നെ ക്ലിക്ക് ചെയ്യുന്നു. അത് കഹൂട്ട് സൈറ്റിലേക്ക് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത് റിസൾട്ടുകൾ. രണ്ടാമത്തെ ഓപ്ഷനാണ് അസൈൻ. ഇതാണ് മറ്റ് കൂടുതൽ വ്യാപകമായിട്ട് ഓൺലൈനായിട്ട് ക്വിസ് കോമ്പറ്റീഷൻ നടത്താൻ ഉപയോഗിക്കുന്നത്. അസൈൻ. ലെറ്റ് us go into the details of this option. ക്വിസ് കോമ്പറ്റീഷനെ ഒരു ചലഞ്ചായിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയാണ്. അസൈൻ ചലഞ്ച്. ഈ ഒരു ബോക്സിൽ വിൻഡോയിൽ നാം കൊടുക്കേണ്ട ഓപ്ഷൻ അതിൻ്റെ കംപ്ലീഷൻ ടൈമാണ്. ഡെഡ് ലൈൻ 29th മെയ് 12 PM. അതായത് ഈ ക്വിസ് കോമ്പറ്റീഷൻ ആ സമയം വരെ ആൾക്കാർക്ക് പങ്കെടുക്കാം. എപ്പോൾ തുടങ്ങുന്നു എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. നിങ്ങൾ ആ ലിങ്ക് ഷെയർ ചെയ്യുന്നതോടുകൂടി തന്നെ ക്വിസ് കോമ്പറ്റീഷൻ തുടങ്ങും. പക്ഷെ അവസാനിക്കുന്നത് 29th മെയ് 12 PM. ഇത് തന്നെയായിരിക്കും നിങ്ങൾക്ക് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ഡെഡ് ലൈൻ. പിന്നെ അതിൻ്റെ കൂടെ എന്തെങ്കിലും ചില ചോയ്സുകൾ അവിടെ കൊടുക്കണം. റാൻഡമൈസ്, നേരത്തെ പറഞ്ഞ പോലെ ആൻസർ റാൻഡമൈസ് ചെയ്യണം. അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ അതൊക്കെ ഓപ്റ്റ് ചെയ്യുക. ഓപ്റ്റ് ചെയ്തതിന് ശേഷം ക്ലിക്ക് ഓൺ ക്രിയേറ്റ്. ഈ ക്വിസ് കോമ്പറ്റീഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ അവസാനത്തെ സ്റ്റേജിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്, ക്വിസ് കോമ്പറ്റീഷൻ ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതോടുകൂടി ക്രിയേറ്റഡായി അതിൻ്റെ ലിങ്കാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. കോപ്പി URL. അത് കോപ്പി ചെയ്ത് മറ്റ് സോഷ്യൽ മീഡിയകളിൽ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കൂടി മറ്റുള്ള ആൾക്കാർക്ക് ഈ ക്വിസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ സാധിക്കും. അതിൻ്റെ കൂടെ പിൻ നമ്പർ കൂടെ ഉണ്ട്. അതില്ലെങ്കിലും മിക്കവാറും ഈ ക്വിസ് കോമ്പറ്റീഷൻ പങ്കെടുക്കാൻ സാധിക്കും. തൊട്ടടുത്ത ബോക്സിൽ there are some other ways to participate in the quiz competition. സോഷ്യൽ മീഡിയ വഴി അത് പങ്കെടുക്കാം. അത് ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുവഴിയും ആൾക്കാർക്ക് പങ്കെടുക്കാം. ഗൂഗിൾ ക്ലാസ് റൂം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ there are different methods to participate in the quiz competition. ഈ സൈറ്റിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ, എല്ലാ വർക്കുകളും കഴിഞ്ഞ് പുറത്തു വരണമെങ്കിൽ അതിന് ക്രിയേറ്റ് ബട്ടൻ്റെ തൊട്ടടുത്തൊരു ഗിയർ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ there is a sign out option. ഇനി
ഡെഡ് ലൈൻ കൊടുത്തിട്ടുണ്ട്. ആ ഡെഡ് ലൈൻ കഴിയുമ്പം ഈ ക്വിസ് കോമ്പറ്റീഷൻ അവസാനിപ്പിക്കണം. അതിനുള്ള ബട്ടണാണ് എൻഡ് നൗ. എൻഡ് നൗ ക്ലിക്ക് ചെയ്താൽ മാത്രമേ കുറച്ച് പേരെ പോഡിയത്തിൽ കയറ്റാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ എൻഡ് നൗ ബട്ടൺ പ്രസ് ചെയ്തിരുന്നോ? കുറച്ച് പേരതാ പോഡിയത്തിൽ കയറിയിരിക്കുന്നു. ക്രിയേറ്റ് ദ ക്വിസ് കോമ്പറ്റീഷൻ, കണ്ടക്ട് ദ ക്വിസ് കോമ്പറ്റീഷൻ, അവസാനം വിജയശ്രീലാളിതരായവരെ ആ പോഡിയത്തിലേക്ക് ആനയിക്കൂ. ചിയേഴ്സ്.